ഹായ്, ഞാൻ നിങ്ങളുടെ സിജുയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പ്രവീൺ പ്രണവിന്റെ കുടുംബ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഈ ആൻഡ്രോയിഡ് ഫോൺ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാ മലയാളീസും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവർ പരസ്പരം മാക്സിമം കുറ്റപ്പെടുത്തലും ചെളിവാരിയെറിയലും പരദൂഷണം പറച്ചിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ ചെയ്ത് നാട്ടുകാരെ അറിയിച്ച് ഇപ്പോൾ ചേട്ടനും അനുജനും രണ്ടുപേരും ഇവരുടെ വീഡിയോ മുക്കിയിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് ആശ എന്ന് പറയുന്ന ഒരു മാഡം ഇവരെ കോളി സംസാരിച്ചു. കേസുമില്ല, ഒരു ഉണ്ടയില്ല. ഇതെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ചേട്ടനും അനുജനും ആ കുടുംബവും റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും കാണിച്ചു കൂട്ടുന്ന ഊളത്തരം. ഞാനും വീഡിയോ ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ഒരിക്കലും പറയില്ല. പക്ഷേ ഇമാതിരി ഊളത്തരം ചെയ്തുകൊണ്ടായിരിക്കരുത് കാശ് സമ്പാദിക്കേണ്ടതും റീച്ച് ഉണ്ടാക്കേണ്ടതും. കുടുംബ പ്രശ്നമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും കുടുംബ പ്രശ്നം കുടുംബത്തിനകത്ത് നിൽക്കണം. അല്ലാണ്ട് ചെണ്ട കൊട്ടി നാട്ടുകാരെ അറിയിച്ചിട്ട് അയ്യോ ഇപ്പൊ കേസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഇല്ല കേസില്ല, ഭാര്യയെ ചവിട്ടിയതല്ലേ. ആരാ ഭാര്യയെ ചവിട്ടിയത്? എൻ്റെ അനുജൻ, അതുകൊണ്ട് എനിക്ക് കേസില്ല. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ആരാ? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അതുകൊണ്ട് അച്ഛനും അമ്മയല്ലേ, എങ്ങനെ ഞാൻ കേസ് കൊടുക്കും? പക്ഷെ നാട്ടുകാരെ മൊത്തം ചെണ്ട കൂട്ടി അറിയിക്കാനായിട്ട് പറ്റും, അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അനുജൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, അവനെൻ്റെ ചേട്ടനല്ലേ, ഞാൻ അതുകൊണ്ട് എപ്പോഴും അവൻ്റെ അനിയൻ തന്നെയായിരിക്കും, എനിക്ക് അവനോട് എപ്പോഴും സ്നേഹം തന്നെയായിരിക്കും. എന്നിട്ട് ഇടിച്ചു, ചവിട്ടി, എല്ലാം കഴിഞ്ഞു. ഒരു നാണവമാനമില്ലാണ്ട് ആ കുഞ്ഞ് ജനിച്ച സമയത്ത് കാരണം കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് എന്താ വേണ്ടേ? ആ കുഞ്ഞിനെ പോയി കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല വേണ്ടത്. നേരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ റീച്ച് കിട്ടുക? അതും പ്രശ്നമല്ലേ? അപ്പോൾ ഓടിപ്പോയിട്ട് ആ കുഞ്ഞിനെ കണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്തല്ല മോനെ അന്ന് ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം, ചെണ്ട കൊട്ടി നാട്ടുകാരെ മൊത്തം അറിയിച്ച് റീച്ചും കിട്ടി, പുതിയ ചാനലും തുടങ്ങി, 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആയി, വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഉണ്ടയില്ല. ഇതെന്താ പറയേണ്ടതിനെയൊക്കെ. എനിവേ, ഈ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് ആ മാഡം വിളിച്ച സമയത്തുള്ള കുറച്ച് സംഭാഷണങ്ങളുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് 2 പേരുടെ പക്ഷം നിൽക്കാനായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആ പെണ്ണ്, ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പെണ്ണിനോട് അങ്ങനെ ചെയ്തോ എന്നൊരു നമുക്കൊരു തോന്നലുണ്ടായി പോവും. ഇതിപ്പോൾ ആര് ചെയ്തതാണ് ശരി, ആര് ചെയ്തതാണ് തെറ്റെന്ന് നമുക്ക് മഷീട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞാൽ 3 മാസം. ഈ 3 മാസത്തിനുള്ളിൽ ഈ കുടുംബങ്ങൾ രണ്ടും കൂടെ അങ്ങ് ടൈപ്പായി, അച്ഛൻ, ചേട്ടൻ, അനുജൻ, മകൻ, അമ്മായിയമ്മ, മരുമകൾ എല്ലാം കൂടെ തോളെ കഴിയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. അതിന് മാക്സിമം പോയി കഴിഞ്ഞാൽ 3 മാസം, അല്ല അത്രയൊന്നും പോലും വരത്തില്ല. ആ കുഞ്ഞിന്റെ 28 കെട്ടിലിന് മുന്നേ തന്നെ ഇതെല്ലാം കോംപ്രമൈസ് ആവും. എന്തായാലും ഇവരുടെ ആ പുതിയ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇതിന്റെ പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. പരാതി കൊടുത്തിട്ട് നിങ്ങക്ക് പരാതി ഇല്ല? വൈഫിനും പരാതിയില്ല. അലിഗേഷൻ വന്നോണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എനിക്കൊരു അലിഗേഷൻ എന്തെങ്കിലും വൈഫിനെ ഒന്ന് അവളൊരു തെറ്റ് ചെയ്യാതെ നമുക്ക് നേരെ ഒരു അലിഗേഷൻ എന്തായാലും സൊസൈറ്റിയിൽ നിന്നുണ്ടോ, എനിക്കിപ്പോ അവളെ കൂടെ നിന്നേ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത്. എനിക്കിപ്പോ ഇതിനിടയ്ക്ക് നിൽക്കുമ്പോ എന്റെ കുടുംബത്തെ നോക്കണം, എനിക്കിപ്പോ എവിടെ നോക്കണം, കുഞ്ഞിനെ നോക്കണം. അപ്പൊ എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ ആയതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ വളരെ വീക്കാണ്. അപ്പൊ എനിക്കത് ചെയ്താതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഇപ്പം മെന്റൽ സ്റ്റേറ്റ് അവരുടെയും വളരെ മോശമായിരുന്നു. കാരണം ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി, കുഞ്ഞു വന്നപ്പോ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു അവരുടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായപ്പോ തെറ്റ് ഇത്രയും സഫർ ചെയ്തിട്ടും പിന്നെ സൊസൈറ്റിയുടെ മുമ്പിൽ അവള് തെറ്റുകാരിയായപ്പോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ പ്രവീൺ പറയുന്ന കാര്യം എനിക്ക് കേസില്ല എന്നുള്ളതാണ്. പ്രവീണെ കേസില്ലായിരുന്നെങ്കിൽ പ്രവീൺ ഇത്രയൊക്കെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾക്ക് മുന്നേ ഒക്ടോബർ 27 ഷൂട്ട് ചെയ്ത് വെച്ച, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഞാനെൻ്റെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയെ മൃദുലയെ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നും ഇവർ കേസ് കൊടുത്തിട്ടില്ല. അപ്പം ഇനി ഇതിൻ്റെ ഒരു ഫർദർ മൂവ് എന്ന് പറയുന്നത് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ശരി. കാരണം എല്ലാവരും അറിയിച്ചു കഴിഞ്ഞില്ലേ? അതായത് ഭാര്യയെ അനിയൻ ചവിട്ടി എന്നുള്ളത് നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ആരും അറിയാൻ ബാക്കിയില്ല. ഇനിയിപ്പോൾ എന്താ കേസ് കൊടുത്തു കഴിഞ്ഞാൽ? അതല്ല എൻ്റെ ശരി. ഇപ്പം കേസില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, കേസ് കൊടുത്താലെല്ലാം ഓക്കെ ആവത്തുള്ളൂ. കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അച്ഛൻ കുറേ ഷൗട്ട് ചെയ്യുന്ന ഓഡിയോ നമ്മൾ ഇന്നലെ കേട്ടു. അത് ഈ പ്രവീണിൻ്റെ വീഡിയോ ഒക്കെ അതുണ്ട്. അതിനു മുന്നേ എന്തുകൊണ്ട് ആ വഴക്കവിടെ ഉണ്ടായെന്നുള്ള ആ റീസൺ ഇവർ പറയുന്നില്ല. എന്തോ മൃദുല പറയുന്നുണ്ട്, ഒരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്ത സമയത്ത് അതൊരു പാസ് ചെയ്തേ പോയതുള്ളൂ. അതിൻ്റെ ബേസിലല്ലല്ലോ. അതിനേക്കാൾ മുന്നേ ഇവരുടെ വീട്ടിലെന്തോ വലിയ വഴക്കിങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ആ വഴക്കിൻ്റെ റീസൺ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ
പ്രണവ് ഈ വീഡിയോക്കകത്ത് വന്നിട്ട് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് അച്ഛനെ തല്ലി, പ്രവീൺ അച്ഛനെ തല്ലിയത് കൊണ്ടാണ്. ഇപ്പോൾ രണ്ട് കൈയും ഇവർക്കറിയാമല്ലോ, പ്രണവിനും പ്രവീണിനും അച്ഛനും അമ്മയ്ക്കും മൃദുലയ്ക്കും നന്നായിട്ട് അറിയാം എന്താണ് ആ ഫാമിലി ഇഷ്യൂ എന്നുള്ളത്. ഇപ്പം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കിടയിൽ അത് പരിഹരിച്ച് തീർക്കണമായിരുന്നു. ഇനിയിപ്പോൾ നാട്ടുകാരെല്ലാം അറിയിച്ച സ്ഥിതിക്ക് ഇപ്പോൾ പ്രവീണിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പ്രവീൺ പറയുന്നത് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അച്ഛൻ്റെയും അമ്മയുടെയും അനുജൻ്റെയും ഭാഗത്താണ് മിസ്റ്റേക്ക്, എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു, എന്നെ തല്ലി എന്നൊക്കെയാണ്. നാട്ടുകാരെ മൊത്തം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേസായിട്ട് പോകണമായിരുന്നു. അതാണ് എൻ്റെ മര്യാദ. ഇനിയിപ്പോൾ സ്വന്തം ഭാര്യയെ തല്ലിയിട്ട് കേസ് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തോന്നാ ഇത്? പിന്നെ എന്തിനാ വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നേ? ഇനിയിപ്പോൾ മറ്റേ ഈ കൊച്ചൂര് പറയാനുള്ളത്, പ്രണവിന് പറയാനുള്ളത് കൂടെ കേൾക്കാം. ഞാൻ അടിച്ചു ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയിട്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും വീഴുവെടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഇവര് വ്ളോഗ് ചെയ്യത്തില്ല. സകലമാന സാധനങ്ങളും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. ശരിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഈ പ്രശ്നം നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല. ഈ പ്രശ്നം നടക്കുന്നത് ഡെലിവറി ആവുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞതുമാണ്. ഇതൊന്നും റെക്കോർഡിക്കലല്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രവീൺ ഒരു വീഡിയോയിൽ പറഞ്ഞു അവന് അഡ്രസ് ഇല്ല, അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലെ അഡ്രസ്സാണ്. എന്റെ അമ്മയാണ് അഡ്രസ്സ്, താലൂക്ക്, വാർഡ് നമ്പർ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മയാണ്. അതിനുശേഷമാണ് അവ ഈ ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു. എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല. ആ ബ്ലോഗിൽ അടികൊണ്ട ആളാണെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ അച്ഛനെ തല്ലി എന്ന് പറയുന്നുണ്ട്. അച്ഛനെ തല്ലിയപ്പോഴത്തേക്കും തിരിച്ചു തല്ലി. അപ്പോൾ ഒരു പ്രശ്നത്തിന്റെ അതായത് ഇവരുടെ മെയിൻ പ്രശ്നമല്ല അന്നുണ്ടായ വഴക്ക്. ഇപ്പോൾ പ്രണവ് പറയുന്നതനുസരിച്ചിട്ട് ഒക്ടോബർ 27 ആ വഴക്ക് അച്ഛനെ പ്രവീൺ തല്ലിയത് കൊണ്ട് താൻ തിരിച്ചു തല്ലി, പക്ഷേ മൃദുലയെ തല്ലിയിട്ടില്ല, ചേട്ടത്തമ്മയെ തല്ലിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അവർക്ക് മാത്രം അറിയുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരാൾ പറയുന്നത് തല്ലി, വേറൊരാൾ പറയുന്നത് തല്ലിയിട്ടില്ല, ചവിട്ടിയില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിവേ അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വായിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്വന്തം ഭാര്യയെ രാത്രി ചവിട്ടി എന്നാണ് പറയുന്നത്. രാത്രി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചവിട്ട് തീർച്ചയായിട്ടും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ചവിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഏത് ഭർത്താവാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇപ്പോൾ ചവിട്ട് എങ്ങനെയുണ്ട്, സ്ട്രോങ് ആണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ചവിട്ടാണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കത്തില്ല. കുഴപ്പമില്ലാത്ത ചവിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടല്ലേടി, അങ്ങനെ ഒരിക്കലും ഒരു ഭർത്താവും ചോദിക്കില്ല. ആരായാലും ശരി പെട്ടെന്ന് തന്നെ ഗർഭിണിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമുള്ളൂ, പ്രവീൺ അന്ന് മൃദുലയും കൊണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ? കാരണം ആ വീഡിയോക്കകത്ത് പറയുന്നതനുസരിച്ച് ചവിട്ടി ഇടിച്ചു കൊന്നു ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം അത്രയും ഹെവി ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഓഡിയോക്കകത്ത് അച്ഛൻ വഴക്ക് പറയുന്നത് കേൾക്കാം. അതിന് മുന്നേ എന്തായാലും സംസാരമുണ്ട്, അതൊരു സംശയം വേണ്ട. ആ സംസാരത്തിന് ശേഷമാണല്ലോ എന്തായാലും ഈ അച്ഛൻ തെറിവിളിക്കലും അങ്ങനെയുള്ള പരിപാടീസ് നടക്കുന്നത്. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവരുടെ ബേസിക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സാധനം മൊത്തം ഇന്നല്ലെങ്കിൽ നാളെ ഇതെന്തായാലും പുറത്ത് വിട്ട് റീച്ച് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത് പ്രവീണിന് നന്നായിട്ട് അറിയാം. പ്രണവും എന്തൊക്കെയാണ്, അതായത് പ്രണവിന് ആ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും കൂട്ടിയിരുത്തിക്കൊണ്ടൊരു വീഡിയോ എന്തിനാണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചേട്ടനോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ വെറും ഡ്രാമ. അതോ ഓസ്കാറിന് ആ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ഓസ്കാർ കിട്ടും. ഈ ഫാമിലിക്ക് ഉറപ്പായിട്ട് ഓസ്കാർ കിട്ടും. അവരുടെ ചേട്ടൻ എന്തൊക്കെയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് അവർ മൊത്തം നാടൻ കളിക്കുക എന്നാണ് പറയുന്നത്. അതായത് പ്രേക്ഷകരുടെ മുന്നിൽ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണ്. ഇവർ ഇത്രയും നാളും കാണിച്ച ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പൊന്നോ ആ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇത്രയും നിങ്ങൾ സിനിമയിൽ കയറേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയുള്ളൂ. ഈ രണ്ട് ഫാമിലിയിലുള്ള ആൾക്കാർ ഇവരെല്ലാവരും 5 പേരും നിങ്ങൾ സിനിമയിൽ കയറേണ്ട സമയം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെ തേടി നാളെ നല്ല നല്ല വേഷങ്ങൾ വരും. കാരണം നിങ്ങൾക്ക് എത്ര വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി, നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൈ നിന്നിട്ട് അഭിനയിച്ചത് പൊലിപ്പിച്ചെടുക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. നാളെ നിങ്ങൾ 5 പേരും കൂടെ കഥ എഴുതി കഴിഞ്ഞാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. കാരണം നിങ്ങളുടെ പരിപാടീസ് എന്താണെന്ന് കാണുന്ന ആൾക്കാർക്ക് പോലും, കാരണം നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 40 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുണ്ട്. ഈ 40 ലക്ഷം ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കാണ്. അപ്പോൾ നാളെ നിങ്ങളൊരു സിനിമ എടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയും കഴിവുള്ള മഹാപ്രതിഭകളാണ് നിങ്ങൾ എല്ലാവരും തന്നെ.
ഇതിപ്പോ ചവിട്ട് കൊണ്ടു, അടി കൊണ്ടു, തൊഴി കൊണ്ടു, തെറി വിളിച്ചു, ചീത്ത വിളിച്ചു, തമ്മി തല്ലി, വീട്ടിൽ നിന്ന് ഇറക്കി, അഡ്രസ് ഇല്ല, മറ്റേതില്ല, മറച്ചില്ല, എന്നിട്ട് കേസും ഇല്ല, പൊല്ലാപ്പും ഇല്ല. കാരണം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നറിയാവോ? കേസും ഇല്ല, പൊല്ലാപ്പും ഇല്ല, ചക്കയില്ല. നാളെ കോംപ്രമൈസ് ആകാനായിട്ട് എളുപ്പമാണ്. കാരണം കേസും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇതിങ്ങനെ നൂലാമാല ഭയങ്കര കൂടുതലായിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് എന്താ, 2 വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, ഇതങ്ങ് തീരുന്നു, 1-2 ആഴ്ച ചിലപ്പോൾ വീഡിയോസ് ഇടാതിരിക്കും. കോംപ്രമൈസ് ആകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. മൃദുലൊക്കെ വീട്ടുകാരുണ്ടല്ലോ, മൃദുലയുടെ വീട്ടുകാരും ഇതിനകത്ത് ഇടപെട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവർക്കൊരു കൈക്കുഞ്ഞുണ്ട്. ഈ കൈക്കുഞ്ഞു നാളെ കേൾക്കാൻ വേണ്ടി പോകുന്ന കഥ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആ കൊച്ചു വലുതായി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരിപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുക്കിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ എത്രയോ ഷോർട്സ്, അച്ഛനെ ഇടി കിട്ടിയ വീഡിയോ, അമ്മയ്ക്ക് ചവിട്ട് കിട്ടിയ വീഡിയോ, അമ്മാവൻ ചവിട്ടുന്ന വീഡിയോ, അപ്പൂപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന വീഡിയോ, മറ്റേ അമ്മുമ്മ അമ്മയെ ചീത്ത വിളിക്കുന്ന വീഡിയോ, ഈ ഓഡിയോ സഹിതം എല്ലാം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ആ കുഞ്ഞിനെന്തായാലും വളർന്നു വരുമ്പോഴത്തേക്കും കുടുംബത്തെ പറ്റി അച്ഛനും അമ്മയും അപ്പൂപ്പൻ അമ്മുമ്മയും അമ്മാവനെ പറ്റിയൊക്കെ നല്ല മതിപ്പായിരിക്കും. അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം റീച്ചിന് വേണ്ടിയിട്ട് എല്ലായിടത്തും അങ്ങ് പിടക്കുമ്പോഴത്തേക്കും ഭാവി തലമുറ, നമുക്ക് മക്കളും എല്ലാവരും നാളെ വളർന്നു വരും എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി ഒരു വഴക്കാറക്കുന്നെങ്കിൽ ഈ ഒരു അടി പ്രശ്നം, ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി? എന്റെ വീട്ടിലെ അയൽവക്കാരും എല്ലാരും അറിയുന്നത് ഈ ആ ഒരു പ്രശ്നം അല്ലാണ്ട് ഞാൻ തല്ലിയിട്ടില്ല. ഞാൻ ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെന്റെ നിസ്സഹായ അവസ്ഥ. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്നിങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണിനെ തല്ലി എന്നുള്ളത് നേര് തന്നെ. എന്റെ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി, അത് നേര് തന്നെയാണ്. ഞാൻ മുതലേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനല്ല. ഞാൻ തല്ലിയിട്ടില്ല. എനിക്ക് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാൻ തല്ലിയിട്ടില്ലാന്ന് എനിക്ക് വാക്കാൻ പറയാനേ പറ്റും. എന്തെങ്കിലും ഞാൻ ഇവരെ പോലെ ഫ്ലാറ്റായിട്ടും എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇവരൊരു ഓടി ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പത്തുള്ള ഓടിയില്ല. അവര് അച്ഛൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിന് മുമ്പുള്ളതൊന്നുമില്ല. എനിക്കിത് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ തല്ലിയിട്ടില്ലാന്ന് എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ആ റെക്കോർഡ് എന്ന് പറയുന്നത് പ്രവീൺ എന്റെ അച്ഛനെ തല്ലിയതിനു ശേഷം അമ്മ അയച്ച റെക്കോർഡാണ്. അത് പിറ്റേന്നോ അതിന് മുമ്പുള്ള ദിവസം ആ സമയങ്ങളിൽ ചെയ്ത ഓഡിയോ. അതിനുശേഷം അമ്മ വിളിക്കാറുണ്ടായിരുന്നു, പ്രവീണായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ കാര്യം തിരക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു തരുമായിരുന്നു. ഇത് അന്നത്തെ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലും ചാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇഷ്യൂവിന് ശേഷം ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം സംസാരിച്ചതിൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ ചാറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ചാറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഒരു മിതമായിട്ട് പ്രവീൺ അമ്മയുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പ്രവീണുമായിട്ട് പ്രണവുമായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ 2 കൂട്ടരും വീഡിയോ ചെയ്യേണ്ട ആവശ്യം അപ്പോഴും ഇല്ല അല്ലേ? കാരണം പ്രശ്നങ്ങളുണ്ട് എന്നാൽ മിണ്ടുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന് ഈ വീഡിയോ ചെയ്ത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സിനിമക്കത്ത് പറയുന്നത് അഴുക്ക ഫാമിലി എന്നുള്ള, അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇവരെ മൊത്തത്തിൽ ഇവരെ പറ്റി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഉഡായിപ്സ് പരിപാടി കാണിച്ചുകൊണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, 40 ലക്ഷം ആൾക്കാരെ വീഡിയോസ് കാണുന്ന ഇപ്പം ഈ പറയപ്പെടുന്ന ഇവരുടെ കുടുംബത്തല്ലുണ്ടല്ലോ, ഇവരുടെ കുടുംബത്തല്ലെന്ന് പറയുന്ന ഏകദേശം 60 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10-60 ലക്ഷം പേരെ പറ്റിച്ചുകൊണ്ട് മണ്ടന്മാരാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ വലിയ മിടുക്കാണ്. ആ മിടുക്കിന് നിങ്ങളെ കൊള്ളാം. അല്ലാണ്ട് എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. ഇങ്ങനെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഇമാതിരി തീട്ട കേസുകൾ ചെയ്തുകൊണ്ട് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തിന് റെഡിയാ? തുണി പൊക്കി നാണം കെട്ടാലും കുഴപ്പമില്ല, റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാനാണ്? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതുവരെ അഴുക്ക പരിപാടി അല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഊഹിക്കാമല്ലോ. എത്രയൊക്കെ നമ്മൾ ക്ലൈമാക്സ് ഇതേപോലെ കണ്ടിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയും, മറ്റേ അടിയിടി പ്രശ്നമാവും. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രവീൺ ഭയങ്കര റീച്ചായിരിക്കും. കാരണം കുഞ്ഞായി, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ 28 നൂല് കെട്ട് മറ്റേത് മറച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുതിയൊരു കോണ്ടന്റ് ആയാലും ഒരു പുതിയ അധ്യായം അങ്ങ് തുറന്നു കിട്ടുവാണ് കുഞ്ഞായി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ പ്രണവും അച്ഛനും അമ്മയും നോക്കുമ്പോൾ മറുവശത്താണ് കിടലിന് റീച്ച്. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താവും? കാരണം ഇവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നേ. ഇവർ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ എവിടെ പ്രണവാണ് പറയുന്നൊരു വാചകം കേട്ട്, എൻ്റെ അച്ഛനൊരു സാധാരണക്കാരനാണ്, അച്ഛൻ പണിക്ക് പോയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. മോനെ അല്ല, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്ന് എനിക്കും ഈ വീഡിയോസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛൻ പണിക്ക് പോയ കാശ് കൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്,
നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പാദിക്കുന്ന ലക്ഷക്കണക്കിന് കാശ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതാണ് അൾട്ടിമേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബ പ്രശ്നം പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നാട്ടുകാരെ അറിയുന്ന വലിയ ഇഷ്യൂ ആക്കാനോ, അല്ലെങ്കിൽ ഈ കുടുംബ പ്രശ്നം പഴയ ചാനലിനകത്ത് ഇപ്പൊ പ്രവീണിന്റെ ചാനലിനകത്ത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി നിങ്ങൾ മാറ്റത്തില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കണക്കാ, രണ്ട് വീട്ടുകാരും കണക്കാ. പ്രവീൺ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, പ്രണവ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ ഒരേ മാലയിലെ മുത്തുമണികൾ തന്നെയാണ്. മനസ്സിലായോ? നിങ്ങളെല്ലാം ചെയ്യുന്നത് റീച്ച്, പണം, ഇതിൻ്റെ അപ്പുറത്തേക്ക് മൂന്നാമതേ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഫാമിലി വാല്യൂ പോലും നിങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്രയും ഇഷ്യൂസ് വെച്ചിട്ടാണ് ഇതിന് മുന്നേയുള്ള വീഡിയോസും ചെയ്തിരുന്നത്. അതായത് നിങ്ങൾ അപ്പോഴും സ്നേഹം അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് പണം, നിങ്ങളുടെ റീച്ച്, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പറയപ്പെടുന്ന പണവും റീച്ചും ആ 1ഉം 2ഉം സ്ഥാനത്തുള്ള ഈ പരിപാടീസ് ഉണ്ടല്ലോ, അതിനെ 2ഉം 3ഉം സ്ഥാനത്തേക്ക് മാറ്റി 1ാം സ്ഥാനത്തേക്ക് കുടുംബ ബന്ധത്തെ എന്ന് കൊണ്ടുവരുന്നോ അന്നേ ഇനി നിങ്ങൾക്കെതിരെ ഇപ്പോൾ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കസിൻസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ നിങ്ങളെപ്പറ്റി പറയുന്ന കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രണവിൻ്റെയും പ്രവീണിൻ്റെ അച്ഛനെ പറ്റി പറയുന്ന കഥകൾ, ഇതെല്ലാം കുത്തിപ്പൊക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഈ തീട്ട കേസ് പരിപാടി, റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച ഊളത്തരം. കാരണം നിങ്ങൾ എന്തിനാ ഇത് ചെയ്തേ? നിങ്ങളുടെ വീട്ടിൽ നിൽക്കേണ്ട കേസ് കേട്ടല്ലേ, നിങ്ങൾ എന്തിനിത് ചെയ്തു? നിങ്ങളിത് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റീച്ച് കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പണവും റീച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, പണ്ടത്തേക്കാൾ കൂടുതൽ കിട്ടും, ഒരു സംശയം വേണ്ട. കാരണം മണ്ടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ വരും, നിങ്ങളുടെ വീഡിയോ കാണും, ആഡ് വരും, റവന്യൂ കിട്ടും, ഒരു സംശയം വേണ്ട. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നിന്ന് 2 ചെറുപ്പക്കാർ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് വെറും ആ ഒരു നാണം കെട്ട്. നിങ്ങൾ നാണം കെട്ടെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. സൊസൈറ്റി നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നതും കുറച്ച് നാളത്തേക്ക് ഉള്ളൂ. കാരണം നിങ്ങളിനി കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ 2 നാടക ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വിശ്വസിക്കും. ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആൾക്കാർ 80% ആൾക്കാരും വിശ്വസിച്ചു പോകും, അതിനകത്തൊരു സംശയം വേണ്ട. എനിവേ, ഈ നാടകത്തിൻ്റെ തുടർഭാഗങ്ങൾ ഇനിയും ഉണ്ടാകും, അതിനകത്തും സംശയമൊന്നും വേണ്ട. ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും, പ്രശസ്തി കിട്ടും, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റിൽഡ് ആയിരിക്കും. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, നാണം ഉണ്ടോ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഇത്ര പറയാനായിട്ടുള്ളൂ, ബാക്കി നമുക്ക് പറയാനായിട്ട് തോന്നുമ്പോൾ, കാരണം എനിക്ക് കാശ് കിട്ടുവേ, നിങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല റീച്ച് ഉണ്ട്. അപ്പോൾ കുറച്ച് കാശ് ഞാൻ ഉണ്ടാക്കട്ടെ, കാരണം നിങ്ങൾക്കോ നാണോ ഇല്ല, പിന്നെ എനിക്കെന്താ പ്രശ്നം, ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കട്ടെ. അപ്പോൾ എനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.